ദിവ്യദർശനം എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ജീവിതത്തിൽ സക്സസ് നേടാൻ ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. എന്നാൽ വിജയം നേടണമെങ്കിൽ അതിൻ്റെ ഫണ്ടമെൻ്റലായ ചില പ്രിൻസിപ്പിൾസ് കൂടി നമുക്ക് അറിഞ്ഞേ തീരൂ. അതറിഞ്ഞാൽ ഏതൊരു വിദ്യാർത്ഥിക്കും, ഏതൊരു ബിസിനസ്സുകാരനും, ഏതൊരു സാധാരണക്കാരനും ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കും. ഇന്ന് അത്തരം ഫണ്ടമെൻ്റലായ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ നമ്മുടെ കൈപിടിച്ച് നടത്താൻ ബ്രഹ്മകുമാരീസ് കോഴിക്കോട് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരിക്കുന്ന ബ്രഹ്മകുമാരി ഷീബ സിസ്റ്റർ നമ്മോടൊപ്പമുണ്ട്. സിസ്റ്റർ, നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. ഓം ശാന്തി. സിസ്റ്റർ, നമ്മൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാം ദിവ്യദർശനം എന്ന സീരീസാണ്. അതിന് നമ്മൾ ഓരോ ദിവസവും ഓരോരോ പുതിയ പുതിയ ടോപ്പിക്കായി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന വിഷയം സക്സസ് ആണ്. ജീവിതത്തിൽ സക്സസ് ആഗ്രഹിക്കാത്ത ഒരാളും ഉണ്ടാവില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. എന്നാൽ കഠിന പരിശ്രമം ചെയ്തിട്ട് പോലും വിജയത്തിലെത്താൻ സാധിക്കാതെ നിരാശരായി മാറുന്ന ഒരുപാട് പേരുണ്ട്. മടിയന്മാരെ കഥ ഞാൻ മാറ്റിവെച്ചു. ഞാൻ പറയുന്നത് കഠിന പരിശ്രമം ചെയ്തിട്ട് പോലും വിജയിക്കാൻ സാധിക്കാത്ത ആളുകൾ. ഒരുപക്ഷെ അവർക്ക് എന്തിൻ്റെയോ ഒരു കുറവ് അനുഭവപ്പെടുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവർക്ക് ആ വിജയം നേടാൻ സാധിക്കാത്തത്. അപ്പോൾ വിജയിച്ച ആളുകളെ നമ്മൾ പരിശോധിക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും സക്സസ് സ്റ്റോറീസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴോ അവർക്ക് വേണ്ട ചില പോയിന്റുകൾ നമുക്ക് നൽകാൻ സാധിച്ചേക്കാം. അത്തരം അടിസ്ഥാന തത്വങ്ങളാണ് ഞങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഏറ്റവും അധികം വേണ്ടത് ഒരു ലക്ഷ്യബോധമാണ്. തീർച്ചയായും ലക്ഷ്യബോധം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഫാർ ഫ്യൂച്ചർ എങ്ങനെയാവണം എന്നതിനൊരു ഐഡിയ നമുക്കുണ്ടായിരിക്കും. അറ്റ് ദ സെയിം ടൈം ആ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഒരു ചുരുങ്ങിയ കാലയളവിൽ 2 വേർഡ്സ് നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കുക. ഒന്ന് വിഷൻ, മറ്റൊന്ന് ഗോൾ എന്ന് പറയും. എന്ന് വെച്ചാൽ എൻ്റെ ഒരു ബിസിനസ് ഞാൻ ആരംഭിക്കുമ്പോൾ ഒരു ഡ്രീം ഉണ്ടായിരിക്കും എനിക്ക്. ഒരു 10 വർഷം കഴിയുമ്പോൾ ഇത്രയും ബ്രാഞ്ചസോട് കൂടിയ ഒന്നായിരിക്കാം. അതല്ലെങ്കിൽ ഇവിടെ അത്രയും വലിയ ഒരു ഷോപ്പിംഗ് മാലാക്കി മാറ്റണം, ചെറിയ കടയിൽ നിന്ന് മാറി. അങ്ങനെയൊക്കെ ഇത്ര വർഷങ്ങൾക്ക് ശേഷം നമുക്കൊരു ഡ്രീം ഉണ്ടായിരിക്കുമല്ലോ. അതിനെയാണ് നമ്മൾ വിഷൻ എന്ന് പറയുക. അതേസമയം ആ വിഷനിലേക്ക് നമുക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ പ്ലാറ്റ്ഫോംസ്, ഫോർ എക്സാമ്പിൾ നമ്മൾ മുകളിലേക്ക് കയറി വരികയാണെങ്കിൽ ഒരു ഇത്ര സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ചെറിയ പ്ലാറ്റ്ഫോം ഉണ്ട് ഒരു തെരുവിൽ. ആ പ്ലാറ്റ്ഫോമിൽ ഒരു കംഫർട്ട് വാക്കിങ്ങിന് ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്സ് കയറി മേലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കയറി നമുക്ക് ഏത് ടോപ്പ് ലെവൽ വരെ എത്തണം എന്ന് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ടോ അതുവരെ നമുക്ക് കംഫർട്ടായിട്ട് എത്താൻ കഴിയും. പക്ഷെ ഓരോ ലെവൽ കഴിയുമ്പോഴും നമുക്ക് നടക്കാൻ കാലിന് കംഫർട്ട് കൊടുക്കാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോം കാണും. മനസ്സിനും സുഖം, കാലിനും സുഖം കൊടുക്കാൻ വേണ്ടി. ഇൻ ദ സെയിം വേ ഈ യാത്രയുള്ളതായിട്ടുള്ള കൊച്ചു കൊച്ചു പ്ലാറ്റ്ഫോംസിന്റെ പേരാണ് ഗോൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. കൊച്ചു കൊച്ചു ലക്ഷ്യങ്ങൾ. വലിയ ലക്ഷ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ നമ്മൾ കാണേണ്ട ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ. അതെ, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പ്രോഗ്രസ് ആണ് എങ്കിൽ, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഓരോ ദിവസവും അതിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ചേഞ്ച് എങ്കിലും നമുക്ക് കാണാൻ സാധിച്ചിരിക്കും. ഒരു കുട്ടി ജനിക്കുമ്പോൾ നമ്മൾ പറയില്ലേ ബാല്യാരിഷ്ടത എന്നൊക്കെ പറയുമല്ലോ. അതേപോലെ ഒരു സ്റ്റാർട്ടിങ്ങിൽ എല്ലാവർക്കും പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം. കാരണം തുടക്കത്തിൽ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ പെർഫെക്റ്റായി വിജയിച്ചു എന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്രേ ഉണ്ടായിരിക്കും. എല്ലാവർക്കും മാറ്റങ്ങൾ നിരന്തരമായി കൊണ്ടുവന്നുകൊണ്ടേയിരിക്കേണ്ടി വരും. ഒരിക്കൽ ഉണ്ടാക്കിയ പ്ലാൻ ഫോർ എവർ അത് പെർഫെക്റ്റ് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാവില്ല ആരുടെ. അതുകൊണ്ട് ആദ്യം പ്ലാൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വിചാരിച്ച പോലുള്ള ആ ഒരു പൊസിഷനിലേക്ക് നമുക്ക് എത്തിയിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ അത്രയും പ്രോഫിറ്റ് നമുക്ക് വന്നിട്ടില്ല എങ്കിൽ, അഥവാ ആ ഒരു സ്റ്റാറ്റസിലേക്ക് എനിക്ക് ഉയരാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ആ ഒരു പ്രൊമോഷൻ എനിക്ക് ആർജിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ആ ഒരു മാർക്ക് എനിക്ക് വാങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിൽ, എൻ്റെ ഫാമിലിയുടെ ഡെവലപ്മെൻറ്റ് ആ ലെവലിലേക്ക് എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലെങ്കിൽ, മീൻസ് ഏത് തലത്തിലുള്ളവർക്കാണെങ്കിലും ഒരു കുറച്ചെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടായിരിക്കും. ആ മാറ്റം വന്നു കഴിഞ്ഞ ശേഷം മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്ന് കാണുമ്പോൾ ഇവിടെ വെച്ച് നമുക്കൊരു ടേണിങ്. ഈസി ആയിട്ട് മോളിൽ കയറി പോകാൻ കണ്ടിട്ടില്ലേ? ഇങ്ങനെ വെക്കാറില്ലേ നമ്മൾ കോണി? ഒന്ന് വെക്കും, പിന്നെ തിരിഞ്ഞു കയറും, പിന്നെ മേലെ കയറും, പിന്നെ തിരിഞ്ഞു കയറും, കണ്ടിട്ടില്ലേ? അതുപോലെ ഈ യാത്ര അങ്ങനെ തന്നെയാണ്. ഒറ്റയടിക്കല്ല നമ്മൾ ചെല്ലുന്നു, അവിടെ നമുക്ക് ഏത് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരണോ ആ മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് അടുത്ത ഗോളിലേക്ക് നമുക്ക് പോകണം. പക്ഷേ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്താണ്? ഏത് ലെവൽ വരെ കയറി എത്തണം എന്നതിനെക്കുറിച്ച് എനിക്കൊരു നിശ്ചയം ഉണ്ടായിരിക്കണം. അതെ, അതിനനുസരിച്ചാണല്ലോ ഫൗണ്ടേഷൻ ഉണ്ടാക്കുക. എന്നാലല്ലേ ഒരു ബിൽഡിംഗ് സ്ട്രെങ്ത്തിൽ ഉയരുന്നുള്ളൂ. ഈ ജീവിതമാകുന്ന ബിൽഡിങ്ങും അങ്ങനെ തന്നെയാണ്. അത് വളരെ വണ്ടർഫുൾ ആയിരിക്കുന്ന ഒരു ഫാക്ടർ ഞാനൊരു റിസർച്ച് സ്റ്റഡീസിനെ കുറിച്ച് വായിച്ചിരുന്നു. അപ്പോൾ അതിൽ ഞാൻ കണ്ടത്, അത് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ആ റിസർച്ച് സ്റ്റഡി നടത്തിയിട്ടുണ്ട്. പിന്നെ 10ാം ക്ലാസ്സിലെ കുട്ടികൾ നടത്തിയിട്ടുണ്ടായിരുന്നു. MBA കഴിഞ്ഞ കുട്ടികളിലും ആ റിസർച്ച് നടത്തിയ 3 റിസർച്ച് സ്റ്റഡീസിനെ കുറിച്ച് ഞാൻ പഠിച്ചു. അതിലേറ്റവും വണ്ടർഫുള്ളായി തോന്നിയത്
ആ എല്ലാ കാറ്റഗറിയിലും ഈവൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾ, MBA കഴിഞ്ഞ കുട്ടികൾ, ഇവർ മൂന്നും പറഞ്ഞ 3 റേഞ്ചിലുള്ള കുട്ടികളാണല്ലോ, എഡ്യൂക്കേഷൻ ലെവലിലാണെങ്കിലും ഏജ് ലെവലിലാണെങ്കിലും. പക്ഷേ ഇവരിലൊക്കെ കണ്ടൊരു കോമൺ ഫാക്ടർ എന്താണെന്നറിയോ? ഈ കുട്ടികളിൽ ഒരു 3% കുട്ടികൾ, ഞാനത് പല സ്ഥലങ്ങളിലും ക്ലാസ് എടുക്കാൻ വേണ്ടി നേരെ പോകുമ്പോൾ ഡയറക്റ്റ്ലി ആ കുട്ടികളുടെ ഇടയിൽ ഞാൻ ചോദിച്ചു നോക്കി ഈ കാര്യം. ഈ റിസർച്ച് സ്റ്റഡി നമ്മൾ പഠിച്ചിട്ടുള്ളൊന്ന് ശരിയാണോ അല്ലേ നമുക്ക് പരിശോധിക്കണമല്ലോ. അങ്ങനെ പഠിച്ചു നോക്കിയപ്പോൾ ഞാൻ കാണുന്നത് സെയിം എഫക്റ്റ് ആണ്. ആ ഒരു 3% കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവരവരുടെ ജീവിതത്തിൽ നാളെ ഞാൻ എന്താവണം എന്ന് നിശ്ചയിക്കുകയും ആ നിശ്ചയിച്ച കാര്യത്തിന് സ്വന്തം പേപ്പറിൽ എഴുതി തയ്യാറാക്കിക്കൊണ്ട് തൻ്റെ ലൈഫിൽ അതിന് ചിലരൊരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചവർ, അല്ലെങ്കിൽ ഡയറിയിൽ എഴുതി വെച്ചവർ, എനിവേ എഴുതി തയ്യാറാക്കിക്കൊണ്ട് എനിക്ക് ഇന്നതാവണം എന്ന് നിശ്ചയിച്ചവരാണ് അതിലൊരു 3% മക്കൾ, ഡിറ്റർമിനേഷനുള്ള വ്യക്തികൾ. യെസ്. അതിൽ ബാക്കിയുള്ളതായിരിക്കുന്ന ഒരു 13% കുട്ടികൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഒരു ലക്ഷ്യമൊക്കെ ഉണ്ട്. മീൻസ് ചിലരെ വീടുകളിൽ എല്ലാവരും ടീച്ചർമാരാണ്. എൻ്റെ വീട്ടിലെല്ലാവരും ടീച്ചറാണ്, ഞാനും ടീച്ചറാവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ വീട്ടിലെല്ലാവരും ലോ ഫീൽഡിലാണ്, അതുകൊണ്ട് ഞാൻ ആവാൻ ആഗ്രഹിക്കുന്നു. ചിലർ വീട്ടുകാരെല്ലാം ആ ഫീൽഡാണ്, ബട്ട് എൻ്റെ ഇൻട്രസ്റ്റ് ഇന്നതാണ്, ഞാൻ ഇങ്ങനെ ആവാൻ. ഇങ്ങനെ അവനവന് വേണ്ടതായിരിക്കുന്ന ഫീൽഡ് നിശ്ചയിച്ച മക്കൾ അവർ ഒരു 13% ഉണ്ടായിരിക്കും. ആദ്യത്തെ 3%, ബാക്കി ഇങ്ങനെ തീരുമാനിക്കുന്ന 13%. ബാക്കിയുള്ളതായിരിക്കുന്ന കുട്ടികൾ പഠിച്ചു വളർന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ജോലി നേടണം, സമ്പാദിക്കണം, ജീവിക്കണം. അതിൽ ചിലർ വലിയ വലിയ ഡ്രീംസ് കാണുന്നുണ്ട്. ഞാൻ വലിയ ബിസിനസ്മാൻ ആവും, ഞാൻ അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് തന്നെയാണോ നിൻ്റെ ആഗ്രഹം ചോദിച്ചാൽ ഉറപ്പിച്ചിട്ടില്ല. അങ്ങനെ നോക്കുന്നുണ്ട്, ഞാൻ ശ്രമിക്കുന്നുണ്ട്, എൻ്റെ ആഗ്രഹമുണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്ന കുട്ടികൾ മീൻസ് 84% ഈ ലെവലുള്ളവരാണ്. ബാക്കി 16%ആണെന്ന്. 16-ൽ 13. പക്ഷേ അവരുടെ ഈ റിസർച്ചിൻ്റെ ഫർദർ സ്റ്റഡീസ് കാണിക്കുന്നത് എന്താണെന്നറിയോ? അവിടെയാണ് നമ്മളെല്ലാവരും ഞെട്ടിപ്പിക്കുന്നതായിട്ടുള്ള സീക്രട്ട് നമുക്ക് മനസ്സിലാവുക. കാരണം 84% കുട്ടികളുടെ അവരുടെ ലൈഫിൻ്റെ ഫർദർ ആയിട്ടുള്ള സ്റ്റഡി നടത്തി നോക്കുമ്പോൾ അവരവരുടെ ലൈഫ് സെറ്റിംഗ് കുറച്ച് വളർന്ന് വലുതായി ജോലിക്കാരായി ജീവിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ ഈ 84% ആളുകളുടെ ജീവിതത്തിലെ വരുമാനത്തിൻ്റെയും അവരുടെ ജീവിതത്തിലെ ഹാപ്പിനെസ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് സെറ്റിംഗ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 3 ഇരട്ടിയാണ് ഈ 13% കുട്ടികൾ. മീൻസ് എൻ്റെ ജീവിതം ഇന്നതാവണമെന്ന് ലക്ഷ്യം നിശ്ചയിച്ച കുട്ടികൾ, അതിൽ എഴുതി തയ്യാറാക്കിയ ദൃഢവിശ്വാസമുള്ള കുട്ടികളുണ്ടല്ലോ 3%. ആ 3% ഈ 97% വരുമാനത്തിൻ്റെ 10 മടങ്ങ് എക്സ്ട്രയാണ് ഇവർ വാങ്ങുന്നത്, ഒരാൾ വാങ്ങുന്നത്. അപ്പോൾ ശരിക്കും ഈ കുട്ടിക്കാലത്തെ കാര്യം സിസ്റ്റർ പറഞ്ഞു. അപ്പോൾ ഇവിടെ ശരിക്കും ഓട്ടോമാറ്റിക്കലി അത് കുട്ടിക്കാലത്ത് അറിയാത്ത കുട്ടികൾ വളർന്ന് വലുതായി കഴിയുമ്പോൾ തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസ്സുകളിലൂടെയോ മോട്ടിവേഷനിലൂടെയോ അവർക്ക് മാറ്റങ്ങൾ സംഭവിച്ചു കൂടായികയില്ലല്ലോ. അങ്ങനത്തെ ആളുകൾ കുറവായിരിക്കുമോ, അല്ലെങ്കിൽ അതിന് ചാൻസസ് കൂടുതലാണോ? അങ്ങനത്തെ ആളുകൾ ഉണ്ടാവാം, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ വിജയിച്ചതായിരിക്കുന്ന സമൂഹത്തിൽ നമ്മൾ നോക്കിയാൽ ലൈഫിൽ ആളുകളുടെ ഇടയിൽ പൊതുവേ ഒരു പഠനം നമ്മൾ നടത്തി നോക്കിയാൽ ഇത്തരത്തിൽ ജീവിതത്തിൻ്റെ കുട്ടിക്കാലം തൊട്ട് എനിക്ക് ഇന്നതാണ് എൻ്റെ ജീവിതം എന്ന് നിശ്ചയിച്ചവരാണ് അവനവൻ്റെ ജീവിതത്തിലെ വിജയിച്ചത് ഹൈറ്റ്സിലേക്ക് പോകുന്നതായിട്ടുള്ള കുട്ടികൾ, അഥവാ സക്സസ്ഫുൾ പേഴ്സൺ. അപ്പം നമുക്ക് ആ മിസ്സിംഗ് ലിങ്ക് ഏതാന്ന് നോക്കി നോക്കിയേ. അവിടേക്കാണല്ലോ നമ്മുടെ ചർച്ച വരുന്നത്. ഏത് മിസ്സിംഗ് ലിങ്ക് കൊണ്ടാണ് മറ്റുള്ളവർക്ക് ഇത്രയൊക്കെ പരിശ്രമിച്ചിട്ടും അവനവൻ്റെ ലക്ഷ്യം കണ്ടെത്താൻ പറ്റാതെ പോയത്? ഒന്നാമത്തെ കാരണം അവരവരെ ഗോൾ നിശ്ചയിച്ചിട്ടില്ല. മിസ്സിംഗ് ലിങ്ക് എന്ന് പറയുന്നത് എന്താണ്? തൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ ആവണം എന്ന് നിശ്ചയിച്ചവർ, അത് ശരിക്കൊരു ഗ്രോത്താണ്. ആ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു ഓഫീസിലൊരു സ്റ്റാഫ് ആവണമെന്ന് വിചാരിച്ചു. ആ ഒരു ഓഫീസ് സ്റ്റാഫ് അവിടെ നിന്നല്ല അതിനർത്ഥം. അതിൻ്റെതായിട്ടുള്ള ഫർദർ എക്സാം എന്തുണ്ടായിരിക്കുമല്ലോ അതിൻ്റെ പ്രൊമോഷന് വേണ്ടി. അങ്ങനെ എഴുതി പറയുമ്പോൾ ഒരു ഓഫീസിൽ ക്ലർക്കായിട്ട് കയറിയ ആളാണ്. പക്ഷേ ലക്ഷ്യം അതിൻ്റെ CEO ആവണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അതിൻ്റെ പ്രൊമോഷൻ എക്സാമിന് പഠിച്ചു, അതിൻ്റെ ഡെവലപ്മെൻറ്റ് വന്ന് അവസാനം ആ കമ്പനിയുടെ CEO ആയിട്ട് റിട്ടയർമെൻറ്റിന് മുന്നേ, അഥവാ ഒരു നല്ല 40-45 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും അവർ നല്ലൊരു ഹൈറ്റ്സിലെത്തിയിട്ട് ജീവിതത്തിലെ എല്ലാ വിധത്തിലുള്ള സുഖ സൗകര്യങ്ങളും സ്വന്തമാക്കുന്ന ആളുകളെ നമുക്ക് കാണാം. കാരണം അവർക്ക് അവരുടെ ഒരു ലക്ഷ്യം അവർ കണ്ടിട്ടുണ്ടായി എന്ന് കരുതി കുറേ ആളുകളുണ്ട്, കുറച്ച് ഞാൻ അവിടെയും ഇൻവെസ്റ്റ് ചെയ്തു, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തു, പലയിടം കുറച്ച് ചെയ്തു. അതൊരു ഗ്രോത്ത് അല്ല. കാരണം അവർ പറയുമ്പോൾ ഭയങ്കര ബിസിയാണ്, ആ ബിസിനസ്സും ഉണ്ട്, ഈ ബിസിനസ്സും ഉണ്ട്, ഒരു 10 ബിസിനസ് പേര് പറയാനുണ്ടാവും. പക്ഷേ അവരുടെ ഇൻകം നോക്കിയാലും അവരുടെ സാറ്റിസ്ഫാക്ഷൻ നോക്കിയാലും അവരുടെ സക്സസ് നോക്കിയാലും കുറവായിരിക്കും. കാരണം എന്തെന്നറിയോ? ഫോക്കസിങ് ഇല്ല, ഒന്നിൽ ഫോക്കസിങ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു എഡ്യൂക്കേഷൻ ഓർഗനൈസേഷൻ ആണെങ്കിൽ ആ എഡ്യൂക്കേഷൻ ഓർഗനൈസേഷനാണ് ഞാൻ എൻ്റെ നാളെ ഒരു എഡ്യൂക്കേഷൻ ഓർഗനൈസേഷൻ്റെ വലിയ MD ആവണം, മാനേജിങ് ഡയറക്ടർ ആവണം, അതല്ലെങ്കിൽ അതിൻ്റെ പ്രിൻസിപ്പൽ, അങ്ങനെയുള്ളതായിരിക്കുന്ന എന്തെങ്കിലും എയിം ആണെങ്കിൽ എഡ്യൂക്കേഷൻ മീൻസ് ഓൺലി 1 അല്ലല്ലോ.
ഒരു സ്കൂൾ എഡ്യൂക്കേഷൻ മാത്രമല്ല, എഡ്യൂക്കേഷൻ എത്ര വിശാലമായിരിക്കുന്ന ഫീൽഡാണ്. അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് വെറൈറ്റി ഓഫ് എഡ്യൂക്കേഷൻസിനെ ഇൻവോൾവ് ചെയ്യിക്കാം. നമുക്ക് ആ എഡ്യൂക്കേഷന് വേണ്ടതായിട്ടുള്ള അവർക്കുള്ള പ്ലേസ്മെൻറ്റ് സെല്ലിന് വേണ്ടതായിട്ടുള്ള കണക്ഷൻസുമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാം, അവർക്ക് ലോൺ ആപ്ലിക്കേഷന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാം. എന്ന് വെച്ചാൽ വളരുന്നത് ഒരു മരത്തിൻ്റെ ശാഖകളെ വളർത്താം, അല്ലാതെ വേറെ വേറെ മരച്ചെടികൾ നട്ട് കഴിയുമ്പോൾ എല്ലാ ചെടിയും ഒരുപോലെ ഫോക്കസ് ചെയ്യാൻ സാധ്യമല്ല. ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടുമാണ് മനുഷ്യന്മാർക്ക് അവരുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കാതെ പോകുന്നത്. അപ്പോൾ ഇവിടെ സിസ്റ്റർ പറഞ്ഞ ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ചെറുപ്പം മുതൽ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിൽ ഉണ്ടാവുന്ന ദൃഢത അല്ലെങ്കിൽ അവരുടെ തീരുമാനം അല്ലെങ്കിൽ നിശ്ചയം, അതാണ് സിസ്റ്റർ പറഞ്ഞ പോയിന്റ്. അവിടെ ഒരു മെയിൻ കാര്യം അവർ ചെയ്യുന്ന കാര്യമായിട്ടാണ് വരുന്നത്. മീൻസ് അവരൊരു കാര്യം ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് ആ ഫലം കിട്ടുന്നത്. ഇവിടെ ഭാഗ്യത്തിന് എന്തെങ്കിലും പാർട്ടുണ്ടോ? ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അത് കണ്ടിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, എന്നാൽ ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഒരു ജീവിതം മാത്രമാണ് നമ്മൾ കാണുന്നത്. ഇപ്പോഴത്തെ എന്നെ അറിയാം, ഇപ്പോഴത്തെ പ്രവീൺ ഭായിനെ അറിയാം. ഇതിനു മുന്നും ഞാൻ എന്ന് പറയുന്നതോ പ്രവീൺ ഭായി എന്ന് പറയുന്നതോ ഈ കാണുന്ന ഒരു പേഴ്സണാലിറ്റി മാത്രമല്ലല്ലോ. ഇതിൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന ഒരു ചൈതന്യ ശക്തിയുണ്ട്. ഞാൻ വേദങ്ങളിൽ പറയുന്ന ആ ഒരു വാക്ക് എപ്പോഴും എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പലപ്പോഴും കേൾക്കാറുണ്ട്. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് കർമ്മക്കണക്കിനെ വഹിച്ചുകൊണ്ട് പോകുന്ന ആ സൂക്ഷ്മമായിരിക്കുന്ന കാരണശരീരം, അത് അത്യത്ഭുതങ്ങളിലൊന്നെന്ന് പറയുന്നത്. മീൻസ് ഒരു ദേഹത്തിൽ നിന്ന് മറ്റൊരു ദേഹത്തിലേക്കുള്ള യാത്രയ്ക്ക് നമ്മുടെ ഈ ജന്മത്തിലെ കാർമിക അക്കൗണ്ടിന് വഹിച്ചുകൊണ്ട് പോകുന്നതായിട്ട് ഒരു ചൈതന്യ ശക്തി, കാരണശരീരം അഥവാ ആത്മാ, ആ ആത്മാവ് വഹിച്ചു കൊണ്ടുവന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ അടുത്തുണ്ട്. അതുകൊണ്ടാണല്ലോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകൾ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ ജയിക്കുന്നത്. ഡിഫറെൻറ്റ് സ്വഭാവങ്ങൾ, ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്. ഒരു അച്ഛൻ്റെ അമ്മയുടെ മക്കൾക്ക് തന്നെ നോക്കിയാൽ പല വെറൈറ്റി ക്യാരക്ടേഴ്സ് എല്ലാം ഉണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ കൊണ്ടുവന്ന കുറേ ക്യാരക്ടേഴ്സ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അതിലെൻ്റെ കാർമിക അക്കൗണ്ട്സ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ കർമ്മത്തിൽ ഞാൻ മുജ്ജന്മത്തിൽ കുറച്ച് ക്രൂക്കഡായിട്ടുള്ള ആളാണെങ്കിൽ ബിസിനസ്സിൽ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പിടിച്ച് പറിക്കുക എന്നുള്ളതായിരുന്നു സംസ്കാരമെങ്കിൽ ഈ ജന്മത്തിൽ ഞാൻ എന്ത് ആക്കാൻ നോക്കുമ്പോൾ ഓരോരുത്തരും പിടിച്ച് പറിച്ചു കൊണ്ട് പോയിക്കൊണ്ടിരിക്കും. അതായത് മുജ്ജന്മത്തിലെ നമ്മുടെ ചെയ്ത കാര്യങ്ങൾ, കർമ്മത്തിന്റെ ഫലം, അതിന്റെ ആധാരം വന്നേക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് കഴിഞ്ഞ ജന്മത്തിലാണല്ലോ. എല്ലാവർക്കും വിഷമമുള്ള ഫാക്ടേഴ്സ് തന്നെ ഞാൻ കാണുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്തു പോയ ഫാക്ടറിന് നമുക്ക് തിരുത്താൻ കഴിയില്ലല്ലോ. കഴിഞ്ഞ ജന്മത്തിൽ പോയിട്ട് എന്താ ഉണ്ടായി, നമുക്ക് ഒരു ഒഴിവ് ഇതില്ല, അതിന് എക്സ്ക്യൂസ് ഇല്ല അതിൽ. അപ്പൊ ഇപ്പൊ എനിക്ക് ഈ ജന്മത്തിൽ തിരുത്താൻ പറ്റില്ല എന്നാണോ? ഒരിക്കലും അല്ല. അവിടെ തന്നെയാണ് നമ്മുടെ കർമ്മത്തിന്റെ ഏറ്റവും വലിയ സീക്രട്ടും. കാരണം എനിക്കിപ്പോൾ 5 രൂപയാണ് എൻ്റെ വരുമാന മാർഗം. എനിക്കൊരു കടം വാങ്ങിക്കേണ്ട ഒരു സമയം വന്ന് ഒരു 100 രൂപ കടം വാങ്ങിച്ചു. ഡെയിലി 5 രൂപ ഞാൻ വാങ്ങിക്കുകയും 5 രൂപ ഞാൻ ചെലവഴിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ കടം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഡേ ബൈ ഡേ പലിശ കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ. അതേസമയം എനിക്ക് 5 രൂപയാണ് എൻ്റെ വരുമാനം. എനിക്കിങ്ങനെ ഒരു കടം ഉണ്ട് എന്ന് മനസ്സിലാവുന്ന നിമിഷം മുതൽ ചുരുങ്ങിയത് ആ 5 രൂപയിൽ ഒരു 50 പൈസ മാറ്റി വെച്ച് ബാക്കി 450 കൊണ്ട് ജീവിക്കുക. ആ 50 പൈസ പതുക്കെ പതുക്കെ നിങ്ങളുടെ കടത്തിൻ്റെ ഒരു ദിവസം വീട്ടിയിരിക്കും. അപ്പം നമ്മൾ ചിലരുടെ ജീവിത സാഹചര്യങ്ങൾ കാണുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം അവർ ആ സമയത്ത് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിട്ടും അവർക്ക് എവിടെയും കൊണ്ട് എത്തിക്കാൻ പറ്റാത്തൊരവസ്ഥ നമുക്ക് കാണും. അതിനർത്ഥം എന്താണ്? അവിടെ ഏതോ ഒരു കടം പലിശ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചെയ്യുന്നതൊക്കെ കടത്തിലേക്ക് പോവുകയാണ്. യെസ്. അപ്പൊ എന്ത് നമ്മൾ ചെയ്തിരിക്കണം? അവിടെ ആ കടം വീട്ടാനുള്ള കർമ്മങ്ങൾ നടക്കുന്നില്ല, അവിടെ പലിശ കയറിക്കൊണ്ടിരിക്കുന്നുള്ളൂ, അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയാണ് നമ്മുടെ സ്റ്റേജ് എങ്കിൽ സ്പെഷ്യൽ മെഡിറ്റേഷൻ, നമ്മുടെ സ്പെഷ്യൽ അഫർമേഷൻ, പിന്നെ നമ്മുടെ കർമ്മത്തിൽ ഒന്നുകിൽ ദാനത്തിൻ്റെ മാർഗത്തിലൂടെ അല്ലെങ്കിൽ മറ്റുള്ളവർ സഹായിക്കുന്ന മാർഗത്തിലൂടെ. എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ കയ്യിലുള്ള വരുമാനം കൊണ്ട് എനിക്ക് കഷ്ടിച്ചു പോകാനേ പറ്റുള്ളൂ, അത്രയ്ക്കേ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഒട്ടുമില്ലാത്ത അർഹിക്കുന്ന ഒരാൾക്ക് കുറച്ച് കൊടുക്കുക. ത്യാഗം സഹിച്ചുകൊണ്ടും ത്യാഗം ഉണ്ടായിട്ട് ദാനം കൊടുക്കല്ല, ത്യാഗം സഹിച്ചിട്ട് ഞാൻ ഉപയോഗിക്കേണ്ട സാധനത്തിന് മറ്റൊരാൾക്ക് കൊടുക്കുക. അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടല്ലോ, അതും അത്ര നീഡിയായിട്ടുള്ള ഒരാൾക്ക്. എനിക്കുള്ള ഞാൻ നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾക്കുള്ള സന്തോഷത്തിനേക്കാൾ എത്രയോ കൂടുതലായിരിക്കും ഇല്ലാത്ത ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പറയും. സാരമില്ല നിനക്ക് ഇരിക്കട്ടെ എന്ന് പറയുമ്പോൾ, എനിക്ക് ഇത്രയുണ്ടല്ലോ അത് നീ ഇരിക്കട്ടെ എന്ന് പറയുമ്പോൾ അവിടെ സന്തോഷം എത്രയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. അത്തരത്തിൽ അർഹതയുള്ള ഒരാൾക്ക് കണ്ടെത്തിക്കൊണ്ട് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ കണക്ക് വേഗം തീർന്നു പോകും. അപ്പൊ പല വഴികൾ നമ്മൾ നോക്കണം. അതായത് നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ കണക്കിന് പുണ്യം കൊണ്ട് നമ്മൾ അതിനെ വീട്ടാൻ സാധിക്കും. ത്യാഗം കൊണ്ട് പുണ്യം നേടി ചെയ്യാൻ പറ്റും. ഒരു വഴി അതാണ്. മറ്റൊരു വഴി മെഡിറ്റേഷനിലൂടെ നമുക്ക് മാറ്റാൻ പറ്റും. തീർച്ചയായിട്ടും. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ
മെഡിറ്റേഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതായിട്ടുള്ള മെഡിറ്റേഷൻ, രാജയോഗ മെഡിറ്റേഷൻ, ആ മെഡിറ്റേഷൻ പ്രാക്ടീസ് എന്ന് വെച്ചാൽ അർത്ഥം നിങ്ങൾ ജീവാത്മ പരമാത്മാവായിട്ടുള്ള ഡയറക്റ്റ് ലിങ്കിൽ വരികയാണ്. നമ്മൾ പല ട്രാൻസ്ഫോർമറിലും കാണാറില്ലേ ഡേഞ്ചർ എന്ന് പറഞ്ഞിട്ട്, കാരണം അവിടെ പോയി പിടിച്ചു കഴിഞ്ഞാൽ ആളങ്ങോട്ട് പൊട്ടിത്തെറിച്ച് പോകും, അല്ലെങ്കിൽ ആളങ്ങ് കരിഞ്ഞു പോകും. എന്ന് വെച്ചാൽ അർത്ഥം ഹൈ പവർ വോൾട്ടേജിന് ഏതൊരു സാധനത്തിനും സെക്കൻഡിൽ കത്തിക്കാൻ സാധിക്കും അല്ലേ. മനുഷ്യന്മാർക്ക് നമ്മുടെ വോൾട്ടേജ് ഇത്രയാണെങ്കിൽ ഈശ്വരന്റെ വോൾട്ടേജ് ഹൈ വോൾട്ടേജ് ആണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴാണോ ഞാൻ ഈ ദേഹം എന്നുള്ള കോൺഷ്യസ്ന് ഉപരിയായിക്കൊണ്ട്, കാരണം അങ്ങനെ ഒരു വോൾട്ടേജിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ ഇലക്ട്രിസിറ്റി കടത്തി വിടാൻ പറ്റുന്ന ഒരു സാധനത്തിന് മാത്രമേ കത്തിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് കൊണ്ട് കോട്ട് ചെയ്ത് വെക്കണല്ലോ, കത്തിപ്പോകുന്നില്ലല്ലോ. അപ്പം നമ്മളെ ചാലകമാക്കുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം, നമ്മൾ ഈ ദേഹം എന്തായിരിക്കുന്ന പ്ലാസ്റ്റിക് കോട്ടിങ്ങിൽ നിന്ന് മുക്തമായിക്കൊണ്ട് നമ്മൾ റിയാലിറ്റീനെ മനസ്സിലാക്കി ഞാൻ ആരെന്ന് തിരിച്ചറിഞ്ഞ് ഈശ്വരൻ്റെ ഭാവത്തിനെ നമ്മളും തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ആ രണ്ട് പോയിന്റ് ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ നിരാകാര സ്വരൂപം, ഭഗവാന്റെ നിരാകാര സ്വരൂപം, അത് രണ്ടും തമ്മിൽ ലിങ്ക് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെഡിറ്റേഷൻ കൊണ്ടെത്തിക്കാമെങ്കിൽ, കാരണം ഞാൻ ഓറലി മെഡിറ്റേഷൻ മാത്രം പറയാത്തതിൻ്റെ കാരണം ഒരുപാട് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ പല വെറൈറ്റി മെഡിറ്റേഷൻസ് ലോകത്തുണ്ട്. തീർച്ചയായിട്ടും മെഡിറ്റേഷൻസ് എല്ലാം തന്നെ മനുഷ്യൻ്റെ മനസ്സിന് ശാന്തി കൊടുക്കും, സമാധാനം കൊടുക്കും, ഒക്കെ ചെയ്യുന്ന സാധനമാണ്. എന്ന് വെച്ചാൽ എന്നെ ഞാൻ ശ്രദ്ധിക്കാൻ വേണ്ടി എടുക്കുന്ന നിമിഷങ്ങളാണല്ലോ മെഡിറ്റേഷൻ അഥവാ ധ്യാനം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് കാമാവാം, കൂളാവും ഒക്കെ ചെയ്യും. പക്ഷേ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പരമാത്മാവുമായിട്ടുള്ള മിലനാണ്. അപ്പോൾ ആ മിലനത്തിൻ്റെ ചാർജിൽ വരുമ്പോൾ മാത്രമാണ് നമുക്ക് ബേണിംഗ് നടക്കുള്ളൂ, അതല്ലെങ്കിൽ കംഫർട്ട്. ബേണിംഗ് എന്ന് വെച്ചാൽ അർത്ഥം വെയ്റ്റ്ലെസ്, മറ്റത് നമുക്ക് കംഫർട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മെഡിറ്റേഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇതിനു വേണ്ടി എഫേർട്ട് എടുക്കുക തന്നെ വേണം. കാരണം അത്ര ഈസി ഒന്നുമല്ല. മനസ്സിനെ മറ്റെല്ലാത്തിനും മാറ്റി ഈശ്വരൻ്റെ കൊണ്ടെത്തിക്കണമെങ്കിൽ എന്തായാലും അതിനുവേണ്ടി നമ്മൾ പഠിക്കണം, അതിനുവേണ്ടി എഫേർട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം നമ്മൾ ഉണ്ടാക്കണം. നമ്മൾ രോഗം വന്നു കഴിഞ്ഞാൽ മരുന്ന് കഴിക്കല്ലേ പറ്റൂ, സമയമില്ല എന്ന് പറയാറില്ലല്ലോ, ശരിയല്ലേ? ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോവുക, ഏത് ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകണേ, എവിടെയുള്ള ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോവില്ലേ നമ്മൾ? ജീവിതത്തിലെ കഷ്ടപ്പാടെന്ന് പറയുന്നത്, ജീവിതം എന്ന ഒരു മരം നോക്കി അതിൻ്റെ രോഗം തന്നെയാണല്ലോ. അപ്പോൾ ആ കഷ്ടപ്പാടിനെ അതിജീവിക്കാൻ നമുക്ക് എന്ത് ചെയ്യേണ്ടിയിരിക്കണോ? നമ്മൾ അതിന് വേണ്ടി കുറച്ചും കൂടെ കൂടുതൽ എഫേർട്ട് എടുക്കണം. കുറച്ചും കൂടെ നമ്മൾ എന്ത് കാര്യം ചെയ്യണോ അത് ചെയ്യണം. അവിടെ നമ്മൾ മാത്രം എക്സ്ക്യൂസ് പറയരുത്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ പറയാറ്, കാരണം ഇല്ലാതാക്കി നിവാരണം കണ്ടെത്തണം. എക്സ്ക്യൂസ് ആൻഡ് സക്സസ് വിൽ നോട്ട് കം ടുഗദർ ആണ്, രണ്ടും ഒരിക്കലും വരാറില്ല. അപ്പോൾ ജീവിതത്തിൽ വിജയം വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു ചുഴിയിൽ പെട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കയറാനാവില്ലെങ്കിൽ മനസ്സിലാക്കുക അവിടെ ഏതോ ഒരു കാർമിക് അക്കൗണ്ട് തന്നെ കൊടുത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അതിനെ അതിജീവിക്കാൻ വേണ്ടി എന്ത് ചെയ്യേണ്ടിയിരിക്കണോ? എക്സ്ട്രാ എഫേർട്ട്, അതിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള എക്സ്ട്രാ എഫേർട്ട് നമ്മൾ എടുക്കണം. ഇതേപോലെ മെഡിറ്റേഷൻ ഒറ്റ ദിവസം കൊണ്ടല്ല, കുറച്ചായിട്ട് നമുക്ക് മാറാൻ പറ്റും. പക്ഷെ അപ്പോഴും അതും പുറത്ത് കടക്കണമെങ്കിൽ എന്ത് വേണ്ടി വരും? എവിടേക്ക് ഞാൻ പോകണം എന്നുള്ളതായിട്ടുള്ള ലക്ഷ്യബോധം എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം, അത് നിർബന്ധമായിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന കർമ്മത്തിനെ നമുക്ക് മാറ്റാൻ സാധിച്ചാൽ അതും നമുക്ക് ഭാഗ്യമായിട്ട് മാറും. അല്ലെങ്കിൽ ഈ ഭാഗ്യമില്ലായ്മ എന്ന് പറയുന്നത് ഈ കർമ്മത്തിന്റെ പ്രോബ്ലമാണ്. അല്ലാതെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മുകളിലിരിക്കുന്ന ഒരാള് ഭഗവാൻ ഇങ്ങോട്ട് തലയിൽ വരച്ചു വിടുന്നൊന്നുമില്ല. അത് നമ്മുടെ കർമ്മമാണ് നമ്മുടെ ഭാഗ്യം. അത് മനുഷ്യന്മാരുടെ അന്ധവിശ്വാസമാണ്. അപ്പൊ പലപ്പോഴും ഇതും നമുക്ക് വിഘ്നമാകുന്നുണ്ട് സക്സസിലേക്ക്. നമ്മുടെ കർമ്മം ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണ്. അപ്പോൾ നമ്മളൊരു എനർജി ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എനർജി തിരിച്ചിങ്ങോട്ട് വരും. ആ എനർജി ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് റിസീവ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് നമ്മൾ മറികടക്കണം എന്നുണ്ടെങ്കിൽ അതിന് എനർജി നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തേ പറ്റൂ. ആ രീതിയിൽ അല്ലാതെ നമ്മൾ പലരും പറയാറുണ്ട്, അവിടെ പോയി അത് ചെയ്തോ, ഇവിടെ പോയി ഇത് ചെയ്തോ, നിങ്ങളുടെ കഷ്ടകാലം തീരും. ഒരല്പസമയത്തേക്ക് നിങ്ങൾക്ക് മാറ്റമൊക്കെ ഉണ്ടാവും. ബിക്കോസ് നിങ്ങൾ ഉപയോഗിക്കേണ്ട ഊർജ്ജമാണല്ലോ നിങ്ങൾ കൊടുക്കുന്നത്, അതിൻ്റെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. പക്ഷേ അതൊരു പെർമനൻറ്റ് സൊല്യൂഷൻ ആകാറില്ല. പെർമനൻറ്റ് സൊല്യൂഷൻ ആവണോ എൻ്റെ ഭാഗത്ത് നിന്ന് അതിന് വേണ്ടതായിട്ടുള്ള ഒരു കഠിന പരിശ്രമവും, ഒപ്പം ആ പരിശ്രമത്തിലൂടെ പുറത്ത് കിടക്കുമ്പോൾ ഓരോ സ്റ്റെപ്പും എത്രത്തോളം ഞാൻ ലക്ഷ്യത്തിലേക്ക് ഞാൻ നീങ്ങുന്നുണ്ട് എന്നുള്ളതായിട്ടുള്ള ചെക്കിങ്ങും നമുക്ക് അത്യാവശ്യമാണ്. അങ്ങനെ നിങ്ങൾ മൂവ് ചെയ്യുന്നുവെങ്കിൽ ഏത് ഏജിൽ വെച്ച് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചാലും നിങ്ങൾ എത്തിച്ചേർന്നിരിക്കും. തീർച്ചയായും. അപ്പോൾ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ എത്ര പ്രായമുള്ള ആൾക്കും അത് അല്ല, ഈ ചെറുപ്പം മുതലുള്ള സ്വഭാവം എന്തോ ആയിക്കോട്ടെ, ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി ചെയ്യാൻ തയ്യാറാണെങ്കിലും സമയമെടുത്താൽ പോലും ആ സക്സസിലേക്ക് അവർക്ക് എത്താൻ തീർച്ചയായിട്ടും. കാരണം റിയലൈസേഷൻ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഫാക്ടർ. തീർച്ചയായും. അത് ഏത് ഏജിൽ വരുന്നു അവിടെ നിന്നൊരു മഹാത്മാക്കളാവുന്നുണ്ട്. ഗാന്ധിജി അറിഞ്ഞത് 23-ാമത്തെ വയസ്സിൽ അവിടെ നിന്ന് മാറി. മദർ തെരേസ അറിഞ്ഞത് 17-ാമത്തെ വയസ്സിൽ അവിടെ നിന്ന് മാറി. ഇപ്പോൾ റിയലൈസേഷൻ എന്നുള്ളത് ഏത് ഏജിൽ വരുന്നോ അന്നൊട്ട് നിങ്ങളുടെ ജീവിതം മാറുകയാണ്. ബ്രഹ്മബാബ 60-ാമത്തെ വയസ്സിലായിരുന്നു, അവിടെ നിന്ന് മാറി. അപ്പോൾ അതുകൊണ്ട് ഏജ് ഫാക്ടർ ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ റിയലൈസേഷൻ
വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, തീർച്ചയായും സിസ്റ്റർ, ഈ എപ്പിസോഡിൻ്റെ നമ്മുടെ സമയം കഴിഞ്ഞു പോയി. പക്ഷേ നമ്മുടെ പോയിന്റ് ഇനി നമുക്ക് സക്സസിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് തുടരാനുണ്ടോ അതോ ഇതോടെ കഴിയാണോ? ഇനി വേറൊരു അവസരത്തിൽ കാണാം നമുക്ക്. ഇനി വേറൊരു അവസരത്തിൽ നമുക്ക് കാണാം. എന്തായാലും ഈ ഒരു പോയിന്റ് തന്നെ വളരെ വലിയൊരു പോയിൻ്റാണ്. ഒരാൾക്ക് വിജയിക്കണമെങ്കിൽ അവരുടെ നിശ്ചയം, ദൃഢനിശ്ചയം, എന്നിട്ടും അവർക്ക് കഠിനാധ്വാനം ചെയ്തിട്ടും നേടാൻ സാധിക്കുന്നില്ല എങ്കിൽ അവർ മെഡിറ്റേഷനിലൂടെയും അവരുടെ പുണ്യപ്രവർത്തികളിലൂടെയും ദാനത്തിലൂടെയും അവരതിനെ ഓവർകം ചെയ്താണെങ്കിലും അവരുടെ ഭാഗ്യം ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കും. ഇതാണ് ഇന്നത്തെ സിസ്റ്റർ മഹത്തായ സന്ദേശം. വളരെയധികം നന്ദി സിസ്റ്റർ. താങ്ക് യു. ഓം ശാന്തി. ഓം ശാന്തി. ജീവിതത്തിൽ പരാജയങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും, എന്തുകൊണ്ടാണ് എൻ്റെ ഭാഗ്യം ഇങ്ങനെ? ഇപ്പോൾ നമുക്ക് മനസ്സിലായി, ആ ഭാഗ്യം പോലും നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ആ ഭാഗ്യവിധാതാവും നമ്മൾ തന്നെയാണ്. തീർച്ചയായും ഭാഗ്യം വരയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ കാണും വരെ നന്ദി, നമസ്കാരം. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.